യെസ്, അഗ്നിവീറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ SSC GD ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നിങ്ങളായി അറിയേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു അഗ്നിവീർ കാൻഡിഡേറ്റ് ആണ്, ഇനി അഗ്നിവീറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ SSC GD വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഈ വീഡിയോ മസ്റ്റായും കണ്ടിരിക്കണം. വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, അഗ്നിവീർ എന്ന് പറയുന്ന ഒരു സംവിധാനം അനൗൺസ് ചെയ്ത സമയത്ത് ഇന്ത്യയിൽ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ്. കാരണം ഈ അഗ്നിവീറിന്റെ 4 വർഷം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി അവർക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനൊരു സൊല്യൂഷനുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ള യൂണിഫോം പോസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി നൽകുന്ന ഒരു പരീക്ഷയാണ് SSC GD. അതിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലേക്ക്, നമ്മുടെ BSF CRPF പോലെയുള്ള ഫോഴ്സസിലേക്ക് സാധാരണയായിട്ട് 50,000-അടുത്ത് വരെ വേക്കൻസികൾ വരാറുണ്ട്. ഇതിൽ പകുതി വേക്കൻസികൾ, ഇതിൽ 50% വേക്കൻസികൾ അഗ്നിവീർ അഗ്നിവീർ ആയിട്ടുള്ള ആളുകൾക്ക് റിസർവ് ചെയ്ത് വെക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈ 21-ന് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 50% റിസർവേഷൻ അഗ്നിവീർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഇപ്പൊ ഡിസ്കഷനിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2022-23 നമ്മുടെ ആദ്യത്തെ അഗ്നിവീർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവർക്ക് ഏകദേശം അവരുടെ സമയം കഴിയാനായിട്ടുണ്ട്. ആ ബാച്ച് അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 4 വർഷം എന്ന് പറഞ്ഞാൽ 2026-2027. 27-ലാണ് ഫസ്റ്റ് ബാച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ബാച്ചിലുള്ള കുട്ടികൾക്ക് 50% റിസർവേഷനാണ് SSC GD വെച്ചിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി SSC GD മാത്രം പഠിക്കുന്ന കുട്ടികളെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, സെലക്ഷൻ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെയാണ് അഗ്നിവീറിന്റെ സെലക്ഷൻ മാനദണ്ഡങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്ത. യൂണിയൻ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 50% റിസർവേഷൻ SSC GD കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. SSC GD എന്ന് പറഞ്ഞാൽ ഈ CAPF മാത്രമല്ല, അതായത് BSF, CRPF, CASF പോലെയുള്ള സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് മാത്രമല്ല, ആസാം റൈഫിൾസിലും 50% റിസർവേഷൻ ഇവർക്ക് ഉണ്ടാവും. ഓക്കെ, ആ 50% റിസർവേഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് കറക്റ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ റിസർവേഷൻ ആണ്. ഈ ഹൊറിസോണ്ടൽ റിസർവേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ലോക്സഭയിലാണ് ഇത് ഇൻഫോം ചെയ്തിട്ടുള്ളത്. അപ്പം ഏകദേശം അത് തീരുമാനമായിട്ടുണ്ട്. ഏത് പരീക്ഷ മുതൽ നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം? നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വരാനിരിക്കുന്ന 2026 നോട്ടിഫിക്കേഷൻ വന്ന് 2027 നടക്കേണ്ട SSC GD പരീക്ഷ മുതൽ ഇത് നടക്കാൻ സാധ്യതയുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ പ്രൊസീജിയറിലൊക്കെ ഡിലേകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഈ വർഷം നടക്കാതെ അടുത്ത വർഷത്തേക്ക് മാറാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. SSC GD ഓൾറെഡി 10% റിസർവേഷൻ മിലിറ്ററി ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ട്. 10% മിലിറ്ററി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള റിസർവേഷൻ. ഇനി ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന, അതായത് കോമ്പാറ്റ് ട്രേഡ്സ്മാൻ, നമുക്കറിയാം പല ഇപ്പോൾ എയർഫോഴ്സിലായാലും നേവിയിലായാലും ഒക്കെ ട്രേഡ്സ്മാൻമാരുണ്ട്. അവർക്ക് അപ് ടു 3% എന്നാ പറയാ, 3% വരെ റിസർവേഷൻ അവർക്കും സാധാരണയായിട്ട് ലഭിക്കാറുണ്ട്. ഇപ്പൊ അതിന്റെ കൂടെ ഇതിന് പുറമെയാണ് കേട്ടോ, ഇതിന് പുറമെ 50% റിസർവേഷൻ ആർക്കും കൂടെ ഉണ്ടാവും, അഗ്നിവീറിനും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ ടോട്ടല് ഏകദേശം ഒരു 63% റിസർവേഷൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ട്. ശരി, ഇതിൽ ഏജ് റിലാക്സേഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമുക്കറിയാം, SSC GD ജനറൽ കാറ്റഗറിക്ക് 23 വയസ്സാണ് ഏജ് റിലാക്സേഷൻ. നിങ്ങളൊരു സാധാരണ GD പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ 23 വയസ്സ് വരെയാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. ഇനി നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയാ, ഒരു 3 വർഷം റിലാക്സേഷൻ ഉണ്ടാവും. നിങ്ങൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ റിലാക്സേഷൻ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്ന ഒരു അഗ്നിവീർ കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഈ വർഷം അതായത് ഫസ്റ്റ് ബാച്ചിലെ അഗ്നിവീർ കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഫസ്റ്റ് ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം വരെ റിലാക്സേഷൻ ഉണ്ടാവും. അതായത് നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്, നിങ്ങൾ അഗ്നിവീർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ ഈ SSC GD പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. SSC GD വേണ്ടി അപ്ലൈ ചെയ്യാം, പരീക്ഷയല്ല, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം.
ഇനി OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ 26 വയസ്സ് വരെ അല്ല, നിങ്ങൾക്ക് 31 വയസ്സ് വരെ ഈ പരീക്ഷ എഴുതാൻ അവസരം ഉണ്ടാവും. ഇനി SC/ST ആണെങ്കിലും അതിനനുസരിച്ചുള്ള റിലാക്സേഷൻ അവിടെ 5 വർഷം അധികമായിട്ടുണ്ടാവും. ഇതാണ് ഇപ്പോൾ പാർലമെന്റിൽ ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ബാച്ച് അല്ല, ഇനി അത് കഴിഞ്ഞുള്ള സെക്കൻഡ് ബാച്ചസ് മുതലാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫസ്റ്റ് ബാച്ചിന് ഒരു പ്രത്യേക പരിഗണന കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള ബാച്ചസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അഗ്നിവീർ ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം എക്സ്ട്രാ റിലാക്സേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഏജ് റിലാക്സേഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു അഗ്നിവീർ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. എക്സാമിലൂടെ അല്ല നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഫിസിക്കൽ ടെസ്റ്റും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട കാര്യമില്ല, ഒരു ഫിസിക്കൽ ടെസ്റ്റ് ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും ആളുകളിൽ നിന്നും കുറച്ച് ആളുകളെ തെരഞ്ഞെടുക്കുക? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഉള്ള ഒരു അഗ്നിവീർ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 150 വേക്കൻസി ഉണ്ടാവുക. ഈ 150 വേക്കൻസിക്ക് വേണ്ടി ഏകദേശം 1200ഓളം ആളുകൾ അപ്ലൈ ചെയ്യും. ഈ 1200 ആളുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എങ്ങനെയാണ് 150 ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റുക? അതിനുള്ള ക്രൈറ്റീരിയാസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതാണ് മിലിറ്ററി സർവീസ് പെർഫോമൻസ്. അതായത് നിങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ മിലിറ്ററിന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആ 4 വർഷത്തെ അഗ്നിവീർ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് അവരുടെ കയ്യിലുണ്ടാവും. അവർ അത് അനലൈസ് ചെയ്തിട്ടാണ്, ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ നിങ്ങളെ ഡിസിപ്ലിനും പെർഫോമൻസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് മിലിറ്ററി ട്രെയിനിങ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കോമ്പാറ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിനുള്ള സർട്ടിഫിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പരിഗണിക്കപ്പെടും. ഇനി അതുപോലെ തന്നെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ എന്തായാലും ഉണ്ടാവും. ഇത് മൂന്നുമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏജ് കൂടെ നോക്കും. ആ ഏജ് കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ നിങ്ങളൊരു അഗ്നിവീർ ആണെങ്കിൽ ധൈര്യമായിട്ട് നേരെ എക്സാമിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇനി അഗ്നിവീർ എഴുതാൻ പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ മിലിറ്ററി സർവീസ് പെർഫോമൻസ് ഒക്കെ നന്നായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം അഗ്നിവീർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടണമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഈ 1200 ആൾക്കാരിൽ 150ലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സെപ്ഷണൽ പെർഫോമൻസ് എവിടെ ഉണ്ടാവണം? ഈ പറയുന്ന നിങ്ങളുടെ സർവീസ് ഹിസ്റ്ററിയിൽ ഉണ്ടാവണം. ആ കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അഗ്നിവീർ എഴുതുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അഗ്നിവീർ കഴിയുന്ന ആളുകൾക്ക് ഇത് വലിയൊരു ഹോപ്പ് തരുന്ന ഒരു കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഇതിലൊരു കാര്യം, നിങ്ങൾക്ക് 150 ആളുകൾക്ക് ഈ വർഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1200 ബാക്കി 1000 ആളുകൾ ഏകദേശം ഉണ്ടാവും. അടുത്ത ബാച്ച് ഇറങ്ങുന്ന സമയത്ത് ആ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. തുടക്കത്തിൽ അപ്ലൈ ചെയ്യാൻ മടി കാണിക്കരുത്. പിന്നെ അപ്ലൈ ചെയ്യാം. 28 വയസ്സ് വരെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 26 വയസ്സ് വരെ ഉണ്ടല്ലോ, പിന്നെ അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഒരുപാട് ബാച്ചസ് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം ഓർത്തോണം. ഇനി ഈ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോം മിനിസ്ട്രി ഒരു പുതിയ ഒരു വിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് അഗ്നിവീറിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക. അപ്പോൾ അവരിത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അഥവാ എന്തെങ്കിലും ഡിലേസ് വരികയാണെങ്കിൽ ഈ വർഷം 2026 നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു പരീക്ഷയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയേക്കില്ല. ചിലപ്പോൾ 2027 മുതലുള്ളതിലായിരിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുക. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പം ഈ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്താണ് ഹൊറിസോണ്ടൽ റിസർവേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാം എഴുതുന്ന കുട്ടികൾക്കുള്ള ഒരു കൺഫ്യൂഷൻ ആണ്, ഞങ്ങളുടെ വേക്കൻസിനെ ഇത് ബാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വേക്കൻസിന്റെ ഒരു ഭാഗമാണ് അവിടെ കുറയുന്നത്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവും, കോമ്പറ്റീഷൻ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇവർ നിങ്ങളോട് എക്സാം എഴുതാനൊന്നും വരില്ല. അഗ്നിവീറിൽ ആരും നിങ്ങളോട് എക്സാം എഴുതാൻ വരില്ല. പക്ഷെ നിലവിൽ ഉള്ള വേക്കൻസിയിൽ നിന്നും കുറവ് വേക്കൻസികളാണ് ഇനിയുള്ള മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ കേരളത്തിൽ 700-800 വേക്കൻസി വരുന്നതിന് പകരം ഇനി ഒരു 400 അല്ലെങ്കിൽ 500 വേക്കൻസികളാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പം അതിനു വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി അവിടെ ഓർക്കേണ്ട കാര്യം, അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഹൊറിസോണ്ടൽ റിസർവേഷൻ ആണ്. അതായത് ഇപ്പോ ഒരു അഗ്നിവീർ, ഒരു എക്സ് അഗ്നിവീർ ഒരാളുണ്ട്, എക്സ് അഗ്നിവീർ ഉണ്ട്. ഓക്കെ, ഇയാൾ ഒരു UR കാൻഡിഡേറ്റ് ആണ്. URൽ 400 വേക്കൻസികളുണ്ട്. അപ്പോൾ ഇയാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 400 വേക്കൻസിയിൽ നിന്നാണ് ഒരു വേക്കൻസി പോവുക. ഇനി ഇയാൾ OBC ആയിരുന്നെങ്കിലോ, ഒരു 200 OBC വേക്കൻസി ഉണ്ട്.
ആ 200 OBCയിൽ നിന്നാണ് ഒരു വേക്കൻസി കുറയുക. ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ വേക്കൻസി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ വേക്കൻസിന്റെ മുകളിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ കട്ട് ഓഫിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഈ അഗ്നിവീർ എത്ര ആളുകളുണ്ട്, അവരെത്ര ആളുകൾ അപ്ലൈ ചെയ്യും എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും. അവർ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകളാണ് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ റിസർവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരാൾക്ക് മാത്രമല്ല കുറയുന്നത്. നിങ്ങൾ UR കാറ്റഗറിക്ക് മാത്രമായിട്ട് കുറയാന്ന് പറയാൻ പാടില്ല. എല്ലാ കാറ്റഗറിക്കും അവിടെ വേക്കൻസിയിൽ കുറവ് വരാൻ വേണ്ടി പോവുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഈ ഒരു സ്റ്റുഡൻസിനോട്, അതായത് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള കാര്യം, നമുക്ക് പല തവണകളിലും വേക്കൻസി കുറവായിട്ട് പരീക്ഷ നടന്നിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം 300 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് എക്സാം നടക്കുന്നത്. അടുത്ത വർഷവും അത് എന്ത് തന്നെയായിരിക്കും, 300 അല്ലെങ്കിൽ 400 തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് പോലെ അഗ്നിവീർ നമ്മളെ കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവർ അളവ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് അവർക്ക് കൂടുതൽ വേക്കൻസി കിട്ടും. അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും, അങ്ങനെ ഒരു കാര്യമൊന്നും വിചാരിക്കരുത്. പിന്നെ ഇതിപ്പോ അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ്. ഇതിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരാം. ഇനി നമ്മളുടെ ഒരു എന്തെങ്കിലും ഒരു പ്രതിഷേധം കണ്ടിട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്ന്, അതായത് ഈ ഓപ്പൺ മാർക്കറ്റിലുള്ള കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു അവസരം കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഇനി ഇവിടെ ഗവൺമെന്റ് ചെയ്ത നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ 10 ലക്ഷം ജോലികൾ തരും, അല്ലെങ്കിൽ ഒരു 2 കോടി ജോലികൾ തരും എന്നൊക്കെയുള്ള അനൗൺസ്മെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1200 അഗ്നിവീറുകൾക്ക് കേരളത്തിൽ നിന്ന് ജോലി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് തന്നെ ഒരു 200 ആൾക്കാർക്ക് എന്ത് ചെയ്യും, SSC GDയിലും കിട്ടും. അപ്പൊ 1400 ജോലികൾ എന്നുള്ള ഒരു കണക്കിലേക്കാണ് അവർ പോവുക. അവിടെ ഉള്ള ഒരു ഒറ്റ പ്രശ്നം, ഈ 1200 200 ആൾക്ക് തന്നെയാണ് വീണ്ടും ജോലി കിട്ടുന്നത്. പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിക്ക് തീർച്ചയായിട്ടും ഒരു പരിഹാരം കൂടെ നമ്മളെ ഗവൺമെന്റ് കണ്ടുപിടിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കുറച്ചും കൂടെ കോമ്പറ്റീഷൻ കൂടാൻ പോവുകയാണ് മുന്നോട്ട് എന്ന് മനസ്സിലാക്കണം. കുറച്ചും കൂടെ സീരിയസ് ആയി പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. വെറുതെ ചുമ്മാ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ തലേ ദിവസത്തെ മാരത്തോൺ അറ്റൻഡ് ചെയ്തിട്ട് പരീക്ഷ എഴുതുന്ന ആ പരിപാടി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു ഫൈനൽ ഐഡിയ, ഇതൊക്കെ പത്രവാർത്തകളാണ്. നമുക്കറിയാം പത്രവാർത്തകളെ അല്ലെങ്കിൽ കുറെ നോട്ടിഫിക്കേഷൻസിനെ നമുക്ക് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കറിയാം. ചിലപ്പോൾ അതിലുള്ള പല കാര്യങ്ങളും പിന്നീട് അങ്ങോട്ട് നടക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സെപ്റ്റംബർ മാസത്തിലാണ് നമ്മുടെ SSC GD നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് എന്താണോ പറയുന്നത് അതുമായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ കുറച്ചും കൂടെ കട്ടിയാണ് കാര്യങ്ങൾ എന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മളിപ്പോ അത് ആലോചിച്ചിട്ട് ഞാൻ ഇനി ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചാൽ നിങ്ങളെ മുന്നിൽ ഒരു പ്രൈവറ്റ് ജോലി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എങ്ങനെയാണോ പഠിക്കുന്നത് അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിൽ പഠിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതിൽ യാതൊരു ടെൻഷനും നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് മാത്രം പറയാണ്. ഇനി നിങ്ങൾക്ക് SSC GD ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോന്റെ അടിയിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആഴ്ചകളിൽ റെഗുലറായി ലൈവ് ക്ലാസ്സുകളുണ്ട്. ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നന്നായി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് നമ്മുടെ ദിശ അക്കാദമിന്റെ ഏതെങ്കിലും കോഴ്സസിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പറും ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം എന്തായാലും നന്നായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അഗ്നിവീർ ആണെങ്കിലും ഇനി സാധാരണ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ നല്ല എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിൽ അവസരങ്ങൾ ഉണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.